ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോ വെച്ചിട്ട് നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കാണിക്കാവേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണല്ലോ, അതായത് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി നമുക്ക് പൊട്ടറ്റോയും പിന്നെ അതിന് വേണ്ടുന്ന എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ കൂട്ടി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടത് ഞാൻ അത്യാവശ്യം ഒരു 5 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിന് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നീളത്തിൽ അരിഞ്ഞ് എടുക്കാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന് നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതേ വലിപ്പത്തിൽ, അതായത് ഇങ്ങനെ ഇതേ വലിപ്പം ഇത്രയൊക്കെ മതി. ഇതേപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ കഴിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ നമുക്ക് ഇടണം. ഉപ്പിട്ടിട്ട് ചൂടുവെള്ളത്തിട്ട് ഊറ്റി നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നും നിൽക്കാത്ത രീതിയിൽ എടുക്കണം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിനുള്ള പൊട്ടറ്റോ ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിട്ട് 2 വെള്ളമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം. തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തതിന് ശേഷം നല്ലപോലെ വെള്ളത്തിൻ്റെ അംശം കാണാത്ത രീതിയിൽ തുടച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതാണ്. അത് നല്ലൊരു വൃത്തിയുള്ള തുണിയിൽ വെച്ച് വെള്ളം കംപ്ലീറ്റ് വാർന്നു പോയി. ഇനി അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇടാം. ഇട്ടിട്ട് നമുക്ക് ഒരു 2 സ്പൂൺ കോൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട്, കോൺഫ്ലവർ ഇട്ടിട്ട് നമുക്ക് ഇളക്കി എടുത്തിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം കോൺഫ്ലവർ ഇടുമ്പോൾ നല്ല ഒരു ഇത് കിട്ടും, ഒരു ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ അതും കൂടെ ഇട്ട് ഒന്ന് ചെയ്തിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ 2 സ്പൂൺ കോൺഫ്ലോർ ഇടണേ. ഉപ്പ് ഓൾറെഡി നമ്മളിട്ട് തിളപ്പിച്ചെടുത്തപ്പോൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് മതി. ഇപ്പോൾ 2 സ്പൂൺ കോൺഫ്ലോർ. ഞാൻ കോൺഫ്ലോറും കൂടെ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് വറുത്ത് കോരാം. സൺഫ്ലവർ ഓയിലാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വറുത്ത് കോരാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പം ടൊമാറ്റോ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ. കൊള്ളാവോടാ? ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. മസ്റ്റ് ട്രൈ ആയിരുന്നു. ഓക്കെ, അപ്പോൾ കൊള്ളാമല്ലോ അല്ലേ? ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.